പ്രശാന്ത്, കെ സുധാകരൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസിനെ അമ്പരപ്പിച്ചയാളാണ്. സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും എന്നാണ് സുധാകരൻ പറഞ്ഞത്. കാരണം കണ്ണൂർ സുധാകരൻ്റെ രക്തമാണ്, ഹൃദയമാണ്. കണ്ണൂരില്ലെങ്കിൽ സുധാകരനില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏതാണ്ട് തരംഗദൈർഘ്യം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് കണ്ണൂരിലെ കോൺഗ്രസ് ഇന്നലെ സംസാരിച്ചത്. സുധാകരന് സീറ്റ് കൊടുത്തേ പറ്റൂ, കൊടുക്കില്ലെന്ന് ആരാണ് പറഞ്ഞത് എന്നാണ് റിജിൽ മാക്കുറ്റി ചോദിച്ചത്. അപ്പോൾ സുധാകരൻ കണ്ണൂർ സീറ്റിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ശക്തമായിട്ട് വാദിക്കുന്നതെന്ന് ചോദിച്ചാൽ, സുധാകരനെ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഒരു ഓഫറാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കണ്ണൂരിൽ മത്സരിക്കാൻ അനുവദിക്കാം എന്നുള്ളത്. അത് പക്ഷേ ഇപ്പോൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് സുധാകരൻ്റെ ഭാഗത്ത് വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാനിന്നലെ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ കണ്ണൂർ സീറ്റ് എന്ന് പറയുന്നത് അത് സുധാകരൻ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും UDFന് ജയിക്കാനായിട്ട് പറ്റുന്ന സീറ്റാണ്. അങ്ങനെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്നതിലുണ്ട്. പക്ഷേ സുധാകരൻ ജയിച്ചു വന്നാൽ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സതീശനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമാണ് എന്ന് സതീശനെ അറിയാം. അതുകൊണ്ടാണ് സതീശൻ പറഞ്ഞത് സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത് സുധാകരനല്ല വേറെ ആരാണെന്ന്. പക്ഷേ സുധാകരൻ ഇതറിഞ്ഞപ്പോൾ ഭയങ്കര ബഹളം ഉണ്ടാക്കി നയിക്കുക. ഞാൻ എഴുതിയല്ലെന്ന് പറയാനായിട്ട് സതീശൻ ആരാണ് എന്ന ചോദ്യമാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു സംഘർഷം എന്ന് പറയുന്നത് UDFനെ എങ്ങനെയായിരിക്കും ബാധിക്കുക? എന്തായിരിക്കും അതിൻ്റെ ഒരു അൾട്ടിമേറ്റം? UDFനെ എന്ത് ബാധിക്കുമെന്ന് ചോദിച്ചാൽ, സുധാകരൻ ഫാക്ടർ UDFനെ ബാധിക്കും. കാരണം ഇതിനകത്ത് ഇപ്പോൾ രണ്ട് സുധാകരന്മാർ, ഒരു സുധാകരൻ അദ്ദേഹം സ്വതന്ത്രമായിട്ട് CPMൻ്റെ അറിയത്തില്ല, CPM പറഞ്ഞു അത് മൈൻഡ് ചെയ്യുക വേണ്ടെന്ന് പറഞ്ഞു. അവരത് മൈൻഡ് ചെയ്യത്തില്ല, അവരത് കൈകാര്യം ചെയ്ത് കളയുകയും ചെയ്യും. എൻ്റെ ഒരു കണക്കുകൂടലനുസരിച്ച് എന്തെങ്കിലുമൊക്കെ എഫക്റ്റൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ടായേക്കാം, എന്നാലും അവരെ അത് വലിയ രീതിയിൽ ബാധിക്കത്തില്ല. അവർക്കത് കൈകാര്യം ചെയ്യാൻ, ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞാൽ ഇഗ്നോർ ചെയ്ത് അവർ കൈകാര്യം ചെയ്ത് കളയും. പക്ഷേ അത്തരത്തിൽ വലിപ്പത്തിലുള്ള പാർട്ടിയൊന്നും അല്ലല്ലോ കോൺഗ്രസ്, അളുമ്പിൻ്റെ പാർട്ടി മൊത്തത്തിലാണ്. ഇപ്പം തന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചില്ല, ഏകദേശം ധാരണയായപ്പോൾ തന്നെ എൻ്റെ അടൂർ ഉൾപ്പെടെ ഉള്ളിടത്തുനിന്ന് സ്ഥാനാർത്ഥി മോഹികൾ പാർട്ടി വിട്ടു. CPMലും CPIയിലും ഒക്കെ ആയിട്ട് പോയിട്ട് പരസ്യമായിട്ട് DCC സെക്രട്ടറിമാർ ഉൾപ്പെടെ ഉള്ളവർ നമ്മുടെ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള പാർട്ടി വിട്ടു. അതായത് 100-ൽ പരം അല്ലെങ്കിൽ ആൾക്കാർ ഒരു പക്ഷേ ഈ സീറ്റ് നിർണയത്തിന് ശേഷം പാർട്ടി വിടാൻ സാധ്യതയുണ്ട്. പരസ്യമായിട്ട് വലിയൊരു കലഹത്തിനും സാധ്യതയുണ്ട്. അതൊക്കെ ഇലക്ഷൻ പിന്നെ മത്സരിക്കുമ്പം മാറുമായിരിക്കും. എന്നാലും കോൺഗ്രസ് പാർട്ടിക്കകത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് ഈ സുധാകരൻ എന്ന് പറയുന്ന ഫാക്ടറിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്ന ആൾ, ആദ്യത്തെ ആൾ KC വേണുഗോപാൽ. KC വേണുഗോപാലിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ഇവിടെ ഈ പറയുന്ന UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ UDFനാണ് MLAമാരുടെ എണ്ണം കൂടുതലെങ്കിൽ, കൃത്യമായിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അദ്ദേഹം ഉരുത്തിരിച്ചു വെച്ചിട്ടുണ്ട്. ഏതാ ഉരുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡാണ്. ആരാ ഹൈക്കമാൻഡ്? രാഹുൽ ഗാന്ധിയാണ് ഹൈക്കമാൻഡ്. അപ്പോൾ അത് പറഞ്ഞൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു ഗ്രൗണ്ട് ഇവിടെ ഒരുക്കണമെന്ന് പറയുമ്പോൾ ഇദ്ദേഹം, നമ്മൾ പറയുന്നത് ശരിയല്ലെങ്കിൽ, ഇദ്ദേഹം നായർ സമുദായത്തിൽപ്പെട്ട ആളാണ് KC വേണുഗോപാൽ. രമേശ് ചെന്നിത്തല നായരാണ്, അല്ലെങ്കിൽ VD സതീശൻ ഈ പറയുന്ന നായരാണ്. അപ്പം അതിനപ്പുറം അവർ മൂന്നുമാണല്ലോ ഇപ്പം നമ്മുടെ പ്രത്യക്ഷത്തിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നത്. അതേ മോഹമായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു സുധാകരൻ. മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ സുധാകരനെ വളരെ നേരത്തെ തന്നെ ആരൊതുക്കി? VD സതീശൻ ഒതുക്കി. VD സതീശൻ ഒതുക്കിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ താല്പര്യത്തിനനുസരിച്ച്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ കൈകാര്യം ചെയ്ത് പരസ്പരം വെട്ടിച്ചത്തോട്ടെന്നുള്ള മാനസികാവസ്ഥയിലാണ് KC വേണുഗോപാൽ തന്നെ. അപ്പോൾ ഒതുക്കി വന്നപ്പോൾ ഇദ്ദേഹത്തെ അവിടെ ഒതുക്കി. അവസാനം ഇദ്ദേഹത്തെ ഇന്നിപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇദ്ദേഹത്തെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഇതുപോലെ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റണമെന്നുള്ള ആലോചന വരികയും ഡൽഹിയിൽ ആലോചന വരികയും നേതാക്കന്മാരെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതുപോലെ അന്ന് അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് ഡൽഹിയിൽ അവിടെ ചെന്ന് സമാധാനത്തിൽ പോയി സംസാരിച്ചു. ഇവിടെ വന്ന് അദ്ദേഹം പറഞ്ഞു ഒരു കുഴപ്പമില്ല, എൻ്റെ എല്ലാം സേഫാണ്, മറ്റേ ഒരു സുപ്രഭാതമായപ്പോൾ KPCC പ്രസിഡന്റ് നീക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഗതികെട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ആരെ KPCC പ്രസിഡന്റ് ആക്കുന്നത്? അന്ന് നമ്മുടെ ആന്റണിയും ഇപ്പോൾ ഇരിക്കുന്ന KPCC പ്രസിഡന്റുമാരുടെ പേരാ വന്നതെന്നാണ് എനിക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന ആളാണ് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്. പുള്ളിയുടെ നോമിനിയാന്ന് പറഞ്ഞു. പക്ഷേ അതിനപ്പുറം KC വേണുഗോപാലിൻ്റെ ആളായിരുന്നു. മനസ്സിലായി? അപ്പോൾ അന്ന് ഈ പറഞ്ഞതിനകത്ത് ഇദ്ദേഹത്തിന് നിവർത്തികേട് കൊണ്ട് അന്ന് ഇദ്ദേഹത്തെ സമാശ്വസിപ്പിക്കാൻ ഈ പിയേഴ്സൺ മാഷ് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തെ എടുത്തു നിങ്ങൾ അടുത്ത പ്രാവശ്യം മത്സരിക്കും,
മത്സരിക്കുമ്പോൾ ആദ്യം സുധാകരൻ്റെ മനസ്സിൽ വരുന്നത് മത്സരിച്ചാൽ ഞാനൊന്നെങ്കിൽ മുഖ്യമന്ത്രിയാവും. മുഖ്യമന്ത്രി കുറച്ചൊന്നും ആലോചിക്കാനില്ലല്ലോ. ഒരു KPC പ്രസിഡന്റ് മത്സരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും മുതിർന്ന ഒരാൾ മത്സരിക്കുമ്പോൾ, അപ്പോൾ അത് അല്ലെങ്കിൽ അന്നേരം നമുക്ക് മത്സരിക്കുമല്ലോ, ഞാൻ എന്തുവരും ജയിക്കും, അതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി ആർഗ്യുമെന്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ പുള്ളി അവിടെ നോക്കി. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നപ്പം ഇപ്പം അദ്ദേഹത്തെ മത്സരിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞാൽ കനകഗുലുവിനെ കൊണ്ട് ആകെ MP-മാരെ മത്സരിപ്പിക്കണമെങ്കിൽ ഇവിടെ മത്സരിക്കേണ്ടത് ആരാ? KC വേണുഗോപാൽ എന്ന് പറയിച്ചു. അതായത് കനകഗുലുവിനെ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഇവിടെ സർവേ നടത്തി കോൺഗ്രസ് ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനാന്ന് പറഞ്ഞു വന്നതിൻ്റെ അവസാനം നമ്മൾക്ക് മനസ്സിലാവുന്നു തോന്നുന്നു ഇയാളെ കൊണ്ടുവന്നത് KC വേണുഗോപാൽ. എന്ത് പറയിക്കാൻ? KC ആണ് ഇവിടുത്തെ ഏറ്റവും ജനത്തിനിടയ്ക്ക് പിന്തുണയുള്ള നേതാവ്. അദ്ദേഹം മത്സരിച്ചാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് കണ്ടാൽ മാത്രം കേരളത്തിൽ UDF അധികാരത്തിൽ വരുന്നുള്ള രീതിയിലൊക്കെ ഒരു പറച്ചിൽ വെച്ചിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇലക്ഷന് മുമ്പേ മത്സരിക്കാൻ, ആലപ്പുഴ മത്സരിക്കാൻ, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ എന്നൊക്കെ പറഞ്ഞത് അവിടെ. രണ്ടാമത് ഇദ്ദേഹത്തെ മത്സരിപ്പിച്ച ഈ പറയുന്ന പ്രശ്നമുണ്ട്. ഈ ഹൈക്കമാൻഡിന് തീരുമാനിക്കാൻ ഒക്കുന്നതിനപ്പുറം കലഹം സുധാകരൻ മത്സരിച്ചാൽ വരും ഇതിന് ശേഷം. കാരണം സുധാകരൻ മത്സരിക്കുമ്പോൾ ഒരു കലഹം എന്ന് പറഞ്ഞാൽ MP-മാർ പ്രകാശ് മത്സരിക്കാൻ നിൽക്കുക. ഇപ്പം ശിവരിലെ സ്വാമിമാരെ കൊണ്ട് KC വേണുഗോപാലിനും കത്ത് കൊടുത്തു, രാഹുൽ ഗാന്ധിക്കും കത്ത് കൊടുത്തു. കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കാൻ നിൽക്കുകയാണ്, ഷാഫി പറമ്പിൽ മത്സരിക്കാൻ നിൽക്കുകയാണ്. ഏതാണ്ട് പറയുമ്പം മുക്കാല് MP-മാർ മത്സരിക്കാൻ നിൽക്കുകയാണ്. അവിടെ ഒരു കാര്യമില്ല. അവിടെ ചെന്നിരുന്നിട്ട് ഒരു MP-യുടെ അലവൻസ് മേടിച്ചുകൊണ്ട് പോരാമെന്നല്ലാതെ യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇവിടെ വന്നാൽ, അധികാരത്തിൽ വന്നാൽ ഇവർക്കെല്ലാം മന്ത്രിമാരാക്കാൻ പറ്റുന്ന സീനിയോറിറ്റി ഉണ്ട്. അപ്പം അതുകൊണ്ട് MP-മാരെ ആരെയും മത്സരിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനം ഏതാണ്ട് ഹൈക്കമാൻഡെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് വരുമ്പോഴാണ് സുധാകരൻ്റെ ഈ പ്രശ്നം. അപ്പോൾ സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ച് സുധാകരൻ പോകുന്ന ഒരവസ്ഥയില്ല. അതായത് സുധാകരനറിയാം സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ട് വീണ്ടും ഒതുക്കാനുള്ള ഒരു പ്ലാനാണ്. എന്നാലും സുധാകരന് സീറ്റ് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ സുധാകരന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ സുധാകരൻ കണ്ണൂരിൽ, കാരണം സുധാകരൻ ഇനി ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രായം അതുപോലെയാണ്. ഈ MP സ്ഥാനം കഴിയുമ്പോഴത്തേന് അദ്ദേഹം റിട്ടയർ ചെയ്യേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ ഇപ്പോഴത്തെ ഈ അംഗത്തിൽ അദ്ദേഹം ജയിച്ചു വന്നാൽ, UDF അധികാരത്തിൽ വന്നാൽ, ഒരു മന്ത്രിയായാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയാൽ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ അതിനുള്ള അവസരം കൊടുക്കുമെന്ന് തോന്നുന്നില്ല. അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇദ്ദേഹം ജയിച്ചാൽ KC വേണുഗോപാൽ എന്ന് പറയുന്ന ആളിൻ്റെ മുഖ്യമന്ത്രി മോഹത്തിന് വല്ലാത്തൊരു പ്രശ്നം വീണ്ടും ഉണ്ടാകും. അതിനകത്ത് ഇവിടുത്തെ SNDP-കാർ സംസാരിക്കും, മനസ്സിലാകുന്നത്. വെള്ളാപ്പള്ളിയൊക്കെ ഉണ്ടെങ്കിൽ വെള്ളാപ്പള്ളി പറയും ഈഴവനായതുകൊണ്ടാണ് ഇതിനകത്ത് ഈഴവൻ എത്ര MLA-മാരുണ്ട്, അല്ലെങ്കിലും പണ്ടേ ഈഴവൻ ഇതിനകത്ത് കാര്യമില്ല, കോൺഗ്രസ് ഈഴവരെ തഴയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ജാതിയുടെ ഒരു പ്രശ്നം, ഞാൻ മുമ്പേ ഈ ജാതി പറഞ്ഞുകൊണ്ടാവും ആ ഒരു പ്രശ്നം വരും. മാത്രവുമല്ല അദ്ദേഹം വന്നു കഴിയുമ്പോഴത്തേന് ഈ പറയുന്ന ഇതിനകത്ത് തർക്കം പരിഹരിക്കാൻ മേളിൽ നിറക്കി മറ്റേത്തെ ഇപ്പോൾ മത്സരിച്ചില്ലെങ്കിൽ മത്സരിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ KC വേണുഗോപാൽ. അപ്പം യാതൊരു കാരണവശാലും കൊടുക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ തീർത്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് മെനഞ്ഞാത്ത പ്രസ്ഥാനം, ഞാൻ ഒരു പ്രസ്ഥാനമുണ്ട്, വേണ്ടി വന്നാൽ BJP-യിൽ പോകും. CPM-ലാത്ത അദ്ദേഹത്തിന് പോകാൻ പറ്റത്തില്ല. CPM അദ്ദേഹത്തെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നും തോന്നുന്നില്ല. കാരണം ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്താൽ ഈ പറയുന്ന മറുപടി ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് CPM വരും. എന്തുകൊണ്ട്? സുധാകരൻ EP ജയരാജൻ്റെ ചെവിക്ക് പുറകിലിരിക്കുന്ന വെടിയുണ്ടയുടെ കാരണക്കാരനായിട്ടുള്ള CPM-ൻ്റെ അതുകൊണ്ട് CPM എടുക്കാനുള്ള സാധ്യത. ഇപ്പോൾ BJP-യിലേക്ക് പോകും. BJP അദ്ദേഹത്തെ എടുത്താൽ അദ്ദേഹത്തിന് കണ്ണൂർ മത്സരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് സാധ്യതയില്ലെന്നും പറയാൻ പറ്റത്തില്ല. കണ്ണൂർ അദ്ദേഹത്തിന് പറഞ്ഞു. മാത്രമല്ല സാറേ, ഇതിനകത്ത് നമ്മൾ വിചാരിക്കേണ്ട കാര്യം, ആരുണ്ട് ഈ സ്വന്തമായിട്ട് വഴിവെട്ടി വന്ന് അയാൾ പറയുന്നത് എനിക്ക് കണ്ണൂർ മത്സരിക്കാൻ പറ്റും. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭാഗം സംസാരിച്ച് ആ കണ്ണൂർ എന്ന് പറയുന്ന പ്രദേശത്തെ പറ്റി എനിക്കറിയാവുന്നതിനെക്കാട്ടി പിയേഴ്സൺ മാഷിനെ അറിയാമല്ലോ. ആ പ്രദേശത്ത് ഒരു മുനിസിപ്പൽ ഏരിയയിൽ കോൺഗ്രസിനെ ഉണ്ടാക്കിയെടുത്ത ആളാണ്. ആ ഒരു നിയമസഭാ മണ്ഡലം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ആക്കിയെടുത്ത ആളാണ്. അതാണ് അയാൾ കോൺഗ്രസ് ആയിട്ട് പ്രഖ്യാപിച്ച് അവിടെ ഒരു കണ്ണൂർ കോൺഗ്രസിനെ ഉണ്ടാക്കി ഒരു നിയമസഭാ മണ്ഡലം ഉണ്ടാക്കി അവിടെ ആ മുനിസിപ്പാലിറ്റിക്കകത്ത് ഈ പറയുന്ന പോലെ കോൺഗ്രസിൻ്റെ ഒരു പാർട്ടി ഗ്രാമം, അവിടെ വേറെ ആർക്കും കയറി വലുതായിട്ട് കളിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കോൺഗ്രസ് തന്നെ ആരുണ്ട് സാറേ പിയേഴ്സൺ മാഷ ഇപ്പം ഇതിനകത്ത്? ആരുമില്ല. എല്ലാവരും കരുണാകരൻ്റെയും ആൻ്റണിയുടെയും കെയർ ഓഫിൽ പെട്ടി പിടിച്ചും അല്ലെങ്കിൽ കാര്യം പറഞ്ഞും അടുത്ത് നിന്നും സ്വാധീനം ചെലുത്തിയൊക്കെ വന്നവരാ ഇപ്പോഴും ഉള്ളവർ. അല്ലെങ്കിൽ അച്ഛൻ മരിച്ച കെയർ ഓഫിലും അമ്മ മരിച്ച കെയർ ഓഫിലും അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച കെയർ ഓഫിലും ഒക്കെ ഉള്ളവരാ. അപ്പം അദ്ദേഹത്തിന് ചോദിക്കാനും സ്വന്തമായിട്ട് ഈ പാർട്ടിക്കകത്ത് ഇപ്പം പരിശോധിക്കുമ്പം നമുക്ക്, അല്ലെങ്കിൽ ഞാൻ വഴിവെട്ടി വന്ന, ഞാൻ ഉണ്ടാക്കിയ പ്രസ്ഥാനം കണ്ണൂർ സീറ്റിൽ അദ്ദേഹം മത്സരിക്കുമെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം ഉണ്ടാക്കിയതാ. ഈ പറയുന്ന ന്യായം ഇപ്പം റജിൽ മാങ്കുറ്റി അല്ലെ മറ്റേ മാങ്കുറ്റിയും പൂക്കുറ്റിയും ഒക്കെ അവിടെ സംസാരിക്കുന്നുണ്ടല്ലോ. പണ്ട് സംസാരിക്കാൻ പറ്റുമോ? നമ്മൾ എത്ര പറയുമ്പോഴും ശരിയോ തെറ്റോ എന്നുള്ളതല്ല, കണ്ണൂർ സംസാരിക്കാൻ പറ്റുമായിരുന്നു. ആർക്ക് സംസാരിക്കാൻ പറ്റും? ഇതിന് അവസരം ഉണ്ടാക്കിയത് കോൺഗ്രസ്സുകാരൻ അവിടെ നിവർന്ന് നിൽക്കാൻ അവസരം ഉണ്ടാക്കിയത് ഈ മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തെയും കോൺഗ്രസ്സിന് വേണ്ട അധികാരത്തെ
അധികാരത്തിൽ വരുമെന്നുള്ളവർക്ക് MLA-മാരുടെ എണ്ണം നോക്കുമ്പോഴേ അവരും പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ഇപ്പം സുധാകരനിൽ ആദ്യം തുടങ്ങിയെന്നേ ഉള്ളൂ, ഇതെല്ലായിടത്തും ഉണ്ട്. അത്തരം വാർത്താ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് വെളിയിൽ വരാത്ത, എൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ പാർട്ടി സീറ്റുകൾ മോഹിച്ച് നിന്നവരൊക്കെ വെളിയിൽ പോയി അനൗൺസ് ചെയ്ത് തുടങ്ങി. ഇത് സംസ്ഥാനത്തുടനീളം വല്ലാത്തൊരു അനൗൺസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കണ്ട 100 കണക്കിന് നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളാവും, അല്ലെങ്കിൽ പാർട്ടി വിട്ട് മറ്റു പാർട്ടിയിൽ പോകും. അതൊരവസ്ഥയിൽ ഏതായാലും സുധാകരന് ഏക വഴി പാർട്ടി വിട്ടാൽ, സീറ്റ് കൊടുത്തില്ലെങ്കിൽ, കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ നേരത്തെ ഗതികേട് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഗതികേടുണ്ട്, ഒരുപക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ ആക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ പാർട്ടിക്ക് വിധേയനായിട്ട് ഇരിക്കുന്നു എന്നുള്ള ഈ പണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്തൊന്ന് മാറ്റിയപ്പം സംസാരിച്ചതുപോലെ സംസാരിക്കുമോ എന്നറിയത്തില്ല. ഏതായാലും എല്ലാത്തിൻ്റെയും പിറകിൽ KC വേണുഗോപാലാണ്. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം സതീശനെ ഒരു ജാഥത്തൊഴിലാളിയായിട്ട് അങ്ങ് വിട്ടല്ലേ അവിടെ കഴിഞ്ഞപ്പോഴത്തേക്ക്, സതീശൻ്റെ അവസാനം ജാഥത്തൊഴിലാളിയായിട്ട് വിട്ടു. അതിനുശേഷം പിന്നെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ മത്സരം ആരായിട്ട്, KC രമേശ് ചെന്നിത്തല. ആ മത്സര രംഗത്തേക്ക് വരുന്നതിന് വേണ്ടിയാണ് സുധാകരൻ ശ്രമിക്കുന്നത്. അത് എത്രത്തോളം ഫലവത്താവുമെന്ന് അറിയത്തില്ല. ഏതായാലും പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ BJP-യിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. പത്മജ സ്വാഗതം ചെയ്യണമെങ്കിൽ അതിനകത്ത് മുകളിൽ നിന്നുള്ള ഒരു തീരുമാനം, BJP തീരുമാനം ഉണ്ടായിരിക്കുമല്ലോ. പത്മജ പറയണമെങ്കിൽ ചുമ്മാതെ പറയത്തില്ല, ആലോചിക്കാതെ പറയുന്നത്. അപ്പോൾ BJP അദ്ദേഹത്തെ നോക്കുന്നുണ്ട്, ഉറ്റുനോക്കുന്നുണ്ട്. അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പോകുമോ എന്നുള്ളതിനെ പറ്റിയൊന്നും അറിയത്തില്ല. പക്ഷേ പോകുമെങ്കിൽ BJP-യിലേക്കായിരിക്കും പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.